എൻ്റെ ഒരു എക്സ്പീരിയൻസ് യാസറോട് വർക്ക് ചെയ്യുമ്പോൾ വളരെ അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ആ മറ്റേ പാട്ടില് തലയിൽ തുളസി വെച്ചിരുന്ന സീനൊക്കെ ഇല്ല, നമ്മൾ ദേവൻ തീരെ മോശമല്ല. കാരണം ഞാനിവിടെ നീ എന്റെ പെണ്ണും അവൻ എന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞപ്പോ ഞാനങ്ങോട്ട് ഫ്രീസ് മെമ്മറീസ് തിരിച്ചു കൊടുക്കുമ്പോൾ അതെ 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 അങ്ങനെ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർ കൂടുതൽ കാണും. അതെ അതെ അതെ. പിന്നെ നമ്മുടെ വേറൊരു രസകരമായ ഒരു ഇത് കുട്ടിക്കാനത്ത് പോയതാണ് അല്ലേ? കുട്ടിക്കാനം ഷൂട്ടിംഗ് അടിപൊളിയായിരുന്നു. അയ്യോ ഇവളുടെ ക്യാരക്ടർ ശരിക്കും റിയൽ ക്യാരക്ടർ എടുക്കുകയാണ്. അതെല്ലാം ഗായത്രി നല്ലൊരു പാവം കുട്ടിയാണ്. അതായത് എന്റെ ഒരു സ്വഭാവം ഞാൻ തുള്ളിച്ചാടി ഇങ്ങനെ നടക്കുമ്പോ കുട്ടി അങ്ങനെയല്ല ചെയ്യേണ്ട, ഈ കുട്ടി ഒരു പാവം കുട്ടിയാണ്, ഈ ക്യാരക്ടർ പാവാണ്, അടക്കൊതുക്കത്തിലൊക്കെ നടക്കണം. അതെ, ഡയലോഗ്സിലൊക്കെ നല്ല ഫൈൻമേക്കറുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെയാണ് ഓരോ പോയിന്റ് പോലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. 18s ആയതുകൊണ്ട് ഇപ്പോ നമുക്ക് അത് ശരിയായില്ല. ഓരോമുഖം എന്ന മൂവി ശരിക്കും ഒരു ത്രില്ലറാണ്. അതെ, ഇപ്പൊ ഭയങ്കര ഫ്രീ ആയിട്ട് ഇപ്പോഴത്തെ ഒരു ലാംഗ്വേജിലെ വർത്താനം പറയുന്നത്. ഗായത്രിനൊക്കെ എപ്പോഴാണ് ചോദിച്ചു കേരള എന്നൊക്കെ ഇതെന്റെ ക്യാമ്പസ്. എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഞാൻ ഗായത്രി. നമസ്കാരം, ഞാൻ യാസർ സലീം. ഒരേമുഖത്തിലെ ദേവൻ. ഞാൻ ഒരേമുഖത്തിലെ ഗായത്രി അല്ലെ? ഗായത്രി കുട്ടിയിലെ ഗായത്രി കുട്ടി. അപ്പൊ നിങ്ങളെല്ലാവരും കുറെ പേരൊക്കെ കാണുമെന്ന് വിചാരിക്കണു. ഇനി കാണാത്തവര് കാണുക. കാരണം ഞങ്ങൾ ഒരുപാട് നല്ല മൊമെന്റ്സ് അല്ലെ? നല്ല സിനിമയാണ്. എങ്ങനെയുണ്ട് യാസർ ഒരേമുഖം? ഒരേമുഖം എന്ന മൂവി ശരിക്കും ഒരു ത്രില്ലറാണ്, പക്ഷെ ഒരു ക്യാമ്പസ് മൂവിയാണ്. അതില് റൊമാൻസ് ഉണ്ട്, ക്യാമ്പസ് ഉണ്ട്, ക്യാമ്പസ് ലൈഫ്, ഒരു 18സിലെ ക്യാമ്പസ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം, അതാണ് ഏറ്റവും വലിയൊരു ഇത് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ പറയാനുള്ള റൊമാൻസ് സീക്വൻസസ് ഉണ്ട്, പിന്നെ പ്രയാഗൻ ധ്യാനായിട്ടുള്ള റൊമാൻസ് സീക്വൻസസ് ഉണ്ട്, പിന്നെ അജുവറിന്റെ ചെറിയ കോമഡി സീൻസ് ഉണ്ട്. അതെ, ഒരു ത്രില്ലറാണ്. അത് പാസ്റ്റും പ്രസന്റും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണത്. പാസ്റ്റിൽ നടക്കുന്ന ഒരു മോഡലിനെ കുറിച്ചിട്ട് പിന്നെ പ്രസന്റില് എന്നുവെച്ചാൽ 30-40 വർഷം കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻ വരികയും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും അതൊരു ത്രില്ലറാണ്. കോമഡി മൂവി, അജു ധ്യാൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു അതെ, ആൾക്കാർ അത് വിചാരിച്ചിട്ടായിരിക്കും പോകണ്ടാവുക, പക്ഷെ എൻറ്റയർലി ഡിഫറൻസ് ഉണ്ട്. ആൻഡ് അടിപൊളിയായിരുന്നു വർക്ക് ചെയ്യാനും. പിന്നെ എനിക്ക് യാസിനോട് അടുത്ത് ചോദിക്കാനുള്ളത്, എന്റെ കൂടെ വർക്ക് ചെയ്യാൻ എങ്ങനെയുണ്ടായിരുന്നു? ഗായത്രിയുടെ പെട്ടെന്ന് നമ്മൾ പോസിറ്റീവിലായിരുന്നു. ആളെപ്പോഴും അങ്ങനെ അന്വേഷിച്ചില്ല, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ ദേവേട്ട എന്നുള്ള വിളി തന്നെ നമ്മളൊരു എവിടെയെങ്കിലൊക്കെ എത്തിക്കുന്നുണ്ട്. ഇപ്പൊ നീ ഇവളെയും കൊണ്ട് പൊയ്ക്കോ, പക്ഷെ നീ ഓർത്തോ, ഈ സക്കറി ഒന്ന് മനസ്സിൽ ആഗ്രഹിച്ച അത് നേടിയിരിക്കും, എന്ത് വില കൊടുത്തു. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് യാസറോട് വർക്ക് ചെയ്യുമ്പോൾ വളരെ അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അപ്പൊ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയേണ്ട ഒരു താമസമേ ഉള്ളൂ. ചെയ്തു നോക്കുകയും പെട്ടെന്ന് അതിലേക്ക് സാധിക്കും നമുക്ക്. അത് അതില് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇപ്പൊ നമുക്ക് റൊമാൻസിക്കോ ചെയ്യുമ്പോഴും അത് അങ്ങനെ ചെയ്യണം എന്നില്ല, അത് ചെയ്യുമ്പോ തന്നെ ആവും. ആ മറ്റേ പാട്ടില് തലയിൽ തുളസി വെച്ചിരുന്ന സീനൊക്കെ ശരിക്കും അത് ശരിക്കും അതങ്ങനെ വന്നു. പിന്നെ അതല്ല, പിന്നെ ആ റൂമിലുള്ള മറ്റേ ഇമോഷണൽ സീൻ അത് ഗായത്രി സൂപ്പറായിട്ട് ചെയ്തു. ദേവൻ തീരെ മോശമല്ല. കാരണം ഞാനിവിടെ നീ എന്റെ പെണ്ണും അവൻ എന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞപ്പോ ഞാനങ്ങോട്ട് ഫ്രീസ്. ഞാനാദ്യം ആ സീനിൽ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് ഗായത്രിയാണ്. അപ്പൊ ആദ്യം ഞാനിങ്ങനെ കണ്ടുകൊണ്ട് ഗായത്രി ചെയ്യുന്നത് എന്റെ ഫേസിലേക്ക് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. ഡയറക്ടറിനെ വിളിച്ചു, നോക്കൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തപ്പോഴും ഗായത്രി നല്ല സപ്പോർട്ടിങ് ആളായി തന്നിരുന്നത്. അപ്പൊ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. ഗായത്രി ഫസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു ആ ഒരു ഇമോഷണലും കാര്യങ്ങളും അത് വന്നോണ്ടാണ് എനിക്ക് അതിലും നന്നായിട്ട് തരാൻ പറ്റിയത് ഗായത്രി. പിന്നെ നമ്മുടെ ഡയറക്ടർ സൈത്തേട്ടൻ എല്ലാ കാര്യങ്ങളിലും ഈ ഓരോ പോയിന്റ് പോലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. 18s ആയതുകൊണ്ട് ഇപ്പോ നമുക്ക് അത് ശരിയായില്ല, എങ്ങനെ ചെയ്യണം, എന്നാലും 18സിലെ ടച്ച് വരുള്ളൂ.
ഇപ്പൊ ഗായത്രി കേട്ട് സ്റ്റെപ്പ് വെക്കുന്നതൊക്കെ അതായത് എന്റെ ഒരു സ്വഭാവം ഞാൻ തുള്ളിച്ചാടി ഇങ്ങനെ നടക്കുമ്പോ കുട്ടി അങ്ങനെയല്ല ചെയ്യേണ്ട, ഈ കുട്ടി ഒരു പാവം കുട്ടിയാണ്, ഈ ക്യാരക്ടർ പാവാണ്, അടക്കൊതുക്കത്തിലൊക്കെ നടക്കണം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഷൂട്ടില് ഗായത്രിയുടെ ഷോട്ട് എടുത്തപ്പോ ഗായത്രി ചാടി വന്നു. അപ്പൊ സൈത്തട്ടിന് അവിടെ എന്ന് പറയും, അയ്യോ ഇവളുടെ ക്യാരക്ടർ ശരിക്കും റിയൽ ക്യാരക്ടർ എടുക്കാണ്, അതല്ല ഗായത്രി എന്നുള്ളൊരു പാവം കുട്ടിയാണ്, തമ്പുരാട്ടി കുട്ടി, അങ്ങനെ അല്ല ഒരു നാട്ടിൻപുറത്തുകാരി, അങ്ങനെ ഒരു ഇതാണ്. അപ്പോ ആ ഒരു വന്നപ്പോ സൈത്തട്ടൻ അങ്ങനെയല്ല ക്യാരക്ടറാണ്. പിന്നെ ഗായത്രി ആ ക്യാരക്ടറിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഫുള്ള് പടം ഷൂട്ട് കഴിയണ വരെ ഗായത്രി എന്ന് പറഞ്ഞു. അപ്പൊ യാത്ര എങ്ങനെ ഈ ഒരു ഇതിലേക്ക് വന്ന ഈ ഒരു സിനിമയിലേക്ക്? ഞാൻ ശരിക്കും സൈത്തറിനാണ് എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. ദേവൻ എന്നൊരു ക്യാരക്ടറിൽ ആദ്യം ഞാൻ പ്രൊഡ്യൂസർ ജയലാലേട്ടനെ കണ്ടിരുന്നു. ജയലാലേട്ടനെ കണ്ടു. ജയലാലേട്ടൻ സൈത്തറിനെ പരിചയപ്പെടുത്തി. സജിത്തേട്ടനാണ് എനിക്ക് ഇതിലേക്കുള്ള ദേവൻ എന്ന ക്യാരക്ടറാണ്. ശരിക്കും ഞാൻ ആ സ്ക്രിപ്റ്റ് ദേവൻ എന്ന് പറഞ്ഞപ്പോ ആ സ്ക്രിപ്റ്റ് വായിച്ചാൽ എക്സൈറ്റഡ് ആയിപ്പോ. കാരണം ഇത്രയും ഡെപ്ത് എനിക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല. കാരണം അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അതെ അഭിനയിച്ച സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി. അതിന് സൈത്തേട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സൈത്തേട്ടാ ഇത് സൈത്തേട്ടൻ പറഞ്ഞ തീരണം, എനിക്കറിയാം ഡെപ്തുള്ള ക്യാരക്ടറാണ്, നിനക്ക് ചെയ്യാൻ പറ്റും, നീ അതിനുള്ളൊരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നിനക്ക് ബാക്കി നീ ചെയ്താൽ മതി, അത് നിനക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഷൂട്ടിന് വന്നപ്പോ അജുവേട്ടൻ ധ്യാൻ എല്ലാവരും ഫുൾ സപ്പോർട്ട്. യാസ്രു ഈ പറഞ്ഞ പോലെ ക്യാരക്ടറിന് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നത്. യാസ്രു ശരിക്കും ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ഭയങ്കര ജോവിലായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതില് ഈ 5 പേരുടെ ഗാംഗിലെ ഏറ്റവും പാവായിട്ടുള്ള ഒരാളാണ്. ഞാനിതേപോലെ ചില സോങ് സീക്വൻസ് ഒക്കെ എടുത്തപ്പോ അതില് സോങ്ങിന്റെ സീക്വൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റേ ഹോസ്റ്റലിലെ കയറുന്ന സീക്വൻസ് ഉണ്ട്. ഹോസ്റ്റലിൽ ഞാൻ ആദ്യം അവരുടെ ഒപ്പം തന്നെ ഞാനും കയറി ഹോസ്റ്റലിൽ. അതിന് ഷൂട്ട് കുറച്ച് വരുമ്പോ യാസർ ഇല്ലതില് യാസർ അത്രയും മാന്യനായ വ്യക്തിയാണ് ഇതില്. പിന്നെ എങ്ങനെ മേരിയുടെ വീട്ടിലേക്ക് അങ്ങനെ എല്ലാം മാറി. അപ്പൊ ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ് ആ ഷൂട്ടിനിടയിൽ. കാരണം ആരും എങ്ങനെയാണെന്നൊന്നുമില്ല, എല്ലാവരും ഷൂട്ടില് ഭയങ്കര ഇൻവോൾവ് ആയിട്ട് നിൽക്കും. അജുവേട്ടനായാലും ധ്യാനായാലും ഫുൾ ടൈം സെറ്റില് കാര്യങ്ങള് എല്ലാവരും കാര്യങ്ങൾ നോക്കും. അതുപോലെ തന്നെ ഒരു സീനിനെ വിളിച്ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെന്നിട്ട് ഫുള്ള് വർക്ക്ഔട്ട് ചെയ്യുക. ഒരാൾ മാറി നിൽക്കുക, ഒരാളുടെ കഴിഞ്ഞ് മാറി നിൽക്കുക, അങ്ങനെയൊന്നുമില്ല. ഫുൾ വർക്ക്ഔട്ടും കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മുടെ വേറൊരു രസകരമായ ഒരു ഇത് കുട്ടിക്കാനത്ത് പോയതാണ് അല്ലേ? കുട്ടിക്കാനം ഷൂട്ടിംഗ് അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് ചെയ്യാൻ കുട്ടിക്കാനത്ത് ആ ബംഗ്ലാവിലെ പോയി. അപ്പൊ ഞങ്ങള് വൈകുന്നേരം 6 മണിക്കാണ് ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോയത്. പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഷൂട്ടിംഗ് ഉണ്ടാവും. ഫുൾ ആയിരുന്നു ഷൂട്ട്. അപ്പൊ നമ്മ 6 മണിക്ക് ഒറ്റ ലൊക്കേഷനിലെത്താം വൈകിട്ട്. അവിടെ ഭയങ്കര തണുപ്പാ. അതിനിടയില് മഴയും തണുപ്പും എല്ലാം കൂടി ആയിട്ട് നല്ല രസമായിരുന്നു. എല്ലാവരും ഉള്ളപ്പോ അജുവേട്ടനുണ്ടായിരുന്നു അവിടെ, അജുവേട്ടനും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു എന്തായാലും. അവിടെ ഗേളായിട്ട് ഗായത്രി മാത്രം ഉണ്ടായിരുന്നു. ഒരു ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ സിനിമ കണ്ടിരുന്നു. സിനിമ കണ്ടപ്പോ സന്തോഷം തോന്നി. ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ്. ഒരുപാട് പേര് നമ്മളെ മനസ്സിലായിട്ട് വന്നിട്ട് പടം നന്നായിരുന്നു, കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു. പടം കഴിഞ്ഞിറങ്ങിയപ്പോ ഒരു പ്രായമനസ്തി എന്നിട്ട് എന്നെ അടുത്ത് പറഞ്ഞു, നന്നായിരുന്നു, ദേവൻ നന്നായിട്ട് ചെയ്തു, എനിക്ക് എന്റെ പഴയ കാലങ്ങൾ ഓർക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അപ്പോഴാണ് ശരിക്കും അവരുടെയൊക്കെ ഒരു മെമ്മറീസ് തിരിച്ചു കൊടുക്കുമ്പോ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലെ ആൾക്കാർ കൂടുതൽ കാണും. അപ്പൊ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു 18സിന്റെ ഇതൊക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാരും പറഞ്ഞു ആ ഒരു പൈങ്കിൾ ടച്ചും കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്ത ക്യാരക്ടർ ഡയലോഗ്സിലൊക്കെ നല്ല പറയാൻ വേണ്ടൊരു ഡിഫിക്കൽട്ട് ആയിരുന്നു ആ ചെയ്ത ടൈമിൽ. അതെ, ഭയങ്കര ഫ്രീ ആയിട്ട് ഇപ്പോഴത്തെ ഒരു ലാംഗ്വേജിലെ വർത്താനം പറയുന്നത് അത് എന്തായാലും ഡിഫറെന്റ് ആയിരുന്നു. എന്തായാലും ആ ലാംഗ്വേജും കാര്യങ്ങളെല്ലാം. പിന്നെ എന്താ അടുത്ത പ്രൊജക്ട്സ് സംസാരിക്കുന്നുണ്ട്. ഒന്നും പറയാൻ ഈ ഷൂട്ട് നടന്ന പ്രശ്നമാണ്. വേറെ ഒന്നുമല്ല, ഡിഫറൻസ്. പിന്നെ ദേവൻ ഗായത്രി എന്നുള്ളൊരു ഇതിൽ ബൈക്ക് വരുന്നല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് ഒരു ചേഞ്ച് ആഫ്റ്റർ ബിക്കമിങ് ഒരു സെലിബ്രിറ്റി ആയതിനു ശേഷം ചേഞ്ച് തുടങ്ങിയോ? ആൾക്കാരെ മനസ്സിലാക്കി തുടങ്ങിയോ? നല്ലൊരു ചേഞ്ചാണ്. അത് നല്ലൊരു രസമുള്ള കാര്യം. ഞാൻ കുറച്ച് ദിവസം
തിയേറ്ററിലൊക്കെ പോയി നിന്നിരുന്നു വെറുതെ അപ്പൊ റെസ്പോൺസിന് വേണ്ടി പോയി. ഞാനും മറ്റേ നമ്മുടെ പ്രൊഡ്യൂസറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി നിൽക്കുമ്പോൾ എല്ലാവരും തിരിച്ചറിയുമ്പോൾ ഭയങ്കര നമുക്ക് ഭയങ്കര പോസിറ്റീവ് ഫീലാ. നമ്മളെ നോക്കുന്നുണ്ട് മൈൻഡ് ചെയ്യണ്ട. ആദ്യം നമ്മൾ വിചാരിക്കും മൈൻഡ് ചെയ്യണ്ട, ഇങ്ങനെ അവർ നമ്മൾ നോക്കുന്നതാണോ, നമ്മൾ മനസ്സിലായിട്ട് നോക്കുന്നതാണോ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ നോക്കുന്നതാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് പറയും, ഒരുപാട് പേരൊന്നും പറഞ്ഞു ദേവൻ നന്നായിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരു എല്ലാം ദേവൻ ഗായത്രി നന്നായിരുന്നു, ആ ഒരു കോമ്പിനേഷൻ നന്നായിരുന്നു, എല്ലാം ഭയങ്കര സന്തോഷം ഉണ്ടാവും കേൾക്കുമ്പോൾ. പിന്നെ ഞാൻ ചോദിക്കാൻ വന്നറിയോ, ധ്യാൻ ചേട്ടൻ ഇവിടെ വന്നിട്ടാണോ കാണുന്നത്? ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ടിലാണ് ഞാൻ കാണുന്നത്. ഇത് നമ്മുടെ മറ്റേ സീൻ എടുത്തപ്പോ അതെ ഫസ്റ്റ് ഡേ ഷൂട്ടിലാണ് ധ്യാനം ഞാൻ പരിചയപ്പെടുന്നത്. അതേപോലെ അജുവേട്ടനെ നേരത്തെ അറിയാമായിരുന്നു, അത് ഇത്ര അടുത്തറിയില്ലായിരുന്നു. ധ്യാനിനെ പരിചയപ്പെട്ടു ഫസ്റ്റ് ഡേ ഞാനൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലാണ് ധ്യാനെ കണ്ടത്. പിന്നെ വന്നപ്പോ സംസാരിക്കാറുണ്ട്, ആ ഗ്യാങ്ങിലിരിക്കും. പക്ഷെ ഒരു അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഒരു 2 days കഴിഞ്ഞപ്പോ നല്ലൊരു ഫ്രണ്ടായിപ്പോ എന്റെ നല്ല സുഹൃത്താണ്. എല്ലാവരോടും ഒരു പോസിറ്റീവ് ഫീൽ വർത്താനം പറയുകയും എല്ലാവർക്കും ഒരു പോസിറ്റീവ് സ്പേസ് കൊടുക്കും. ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് എന്നുള്ളൊരു ഇതൊന്നും ഇല്ല. എല്ലാവർക്കും സ്പേസ് കൊടുക്കും, എല്ലാവരും സംസാരിക്കും, എല്ലാ കാര്യങ്ങളും ഇടപെടും, നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം. അങ്ങനെ പിന്നെ വേറെ കാര്യം, നിങ്ങളുടെ ഡിസംബർ അല്ലേ, നിങ്ങളൊരു സാജിറ്റേറിയസാ, അപ്പൊ അതിന്റെ ഒരു വൈബ് നിങ്ങൾക്കുണ്ടാവും. എനിക്കതറിയില്ല, അതൊക്കെ ഞാൻ ഒട്ടി വെച്ചിട്ടുണ്ട്. ദേവേട്ടന് എന്താണ് ഈ അവസരത്തിൽ ഈ ഗായത്രി കുട്ടിയോട് ചോദിക്കാറുള്ളത്? ഗായത്രിക്ക് എങ്ങനെയുണ്ട് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ? നല്ലതാണ് കേട്ടോ. ദേവൻ ഗായത്രി ഈ കോമ്പിനേഷനെ പറ്റി എന്താ എല്ലാരും പറഞ്ഞു? അതന്നെയാണ് എല്ലാരും പറഞ്ഞ. മിക്സ്ഡ് റിവ്യൂസ് ആണ് പടത്തിനെ പറ്റി. ദേവൻ ഗായത്രീനെ പറ്റി എല്ലാരും നന്നായി പറയുന്നത്. പണ്ടത്തെ ഒന്നാം രാഗം പാടി അത് അങ്ങനത്തെ ഒരു സ്റ്റൈലല്ലേ, അങ്ങനത്തെ ഒരു സ്റ്റൈല് പിന്നെ ആ 2 ക്യാരക്ടേഴ്സിന്റെ സ്വഭാവം തമ്മിൽ നന്നായി സിങ്ക് ചെയ്യുന്നുണ്ട്. ദേവനും പാവം ഒരാൾ ഷൗട്ട് ചെയ്യുമ്പോ മറ്റൊരാൾ കേട്ട് നിൽക്കുകയും ചെയ്യും. ഞാൻ ഷൗട്ട് ചെയ്യുമ്പോ ദേവേട്ടൻ കേട്ടു, ദേവേട്ടൻ പറയുമ്പോ ഞാനും കേട്ടു. അവർ തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. കാരണം അത്രയും അങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അന്ന് ചെയ്തു പോയ തെറ്റുകളിൽ രണ്ടുപേർക്കും വിഷമമുണ്ട്. അങ്ങനെ ഒരു ഇതിലാ പോകുന്നത്. എന്ത് പറഞ്ഞു അച്ഛനമ്മ എല്ലാം പറഞ്ഞു? ജമുനാപേരിക്കാട്ടും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അഭിനയം. അത് ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കണോ? എനിക്ക് കുറെ മെസ്സേജ് ഉണ്ട് സോഷ്യൽ മീഡിയയില്. എന്നാലും യാസിർക്ക ഗായത്രി ചേച്ചിനെ കല്യാണം കഴിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളുടെ രണ്ടുപേരെയും കൂടെയുള്ള ഫോട്ടോ ഇട്ടു, കല്യാണം ഫോട്ടോ, അതായത് ക്ലൈമാക്സ് ചെയ്യുന്ന ഫോട്ടോ. കുറെ പേര് വിചാരിച്ചിരിക്കുന്നത് കാരണം ആൾക്കാർ കണ്ടിണ്ടാവില്ലേ, കുറെ പേരൊന്നും കണ്ടിണ്ടാവില്ലല്ലോ സിനിമ. അപ്പൊ വെറുതെ ഞാൻ ഈ കല്യാണ വശത്തില് ഒരാളോട് ഞാൻ പറഞ്ഞു ശരിക്കും സിനിമയാണ് അങ്ങനെ എല്ലാ പ്രചരണമൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാവരും ആ ഒരു രീതിയിൽ എടുക്കുന്നുണ്ട് കാണുന്നത്. എന്നാലും കല്യാണം കഴിച്ചു അല്ലേ, ഗായത്രിയുടെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെന്താ അത്രേ ഉള്ളൂ അല്ലേ, അത്രേ ഉള്ളൂ കാര്യങ്ങള്. അപ്പൊ എന്താ ദേവേട്ടാ, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക. എന്തായാലും നല്ല റിവ്യൂസ് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അതും ഇതിന്റെ എഫേർട്ട് ശരിക്കും ഡയറക്ടറാണ്, ശരിക്കും ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു പുള്ളി. അപ്പോ ഷൂട്ട് തുടങ്ങിയാൽ എല്ലാം ഈസി ആയിരുന്നു. ഒരുപാട് ഒരു ആർട്ടിസ്റ്റ് ആയാലും പ്രൊഡ്യൂസർ ആയാലും അതിൽ വർക്ക് ചെയ്തിരുന്ന എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു എല്ലാവർക്കും, അങ്ങോട്ടും ഇങ്ങോട്ടായാലും. അപ്പൊ എല്ലാവരും ഒരേ മുഖം തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങൾ എന്തായാലും ബോറടിക്കില്ല കേട്ടോ, ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് ബോറടിക്കുന്നൊന്നുമില്ല. കാരണം എല്ലാവരും ത്രില്ലടിച്ചിരിക്കും. ഓരോ സെക്കൻഡ്സും ഈച്ച് മൊമെന്റ്സ് എന്താ സംഭവിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥന ആവശ്യമാണ്, ഞങ്ങൾക്ക് അനുഗ്രഹിക്കുക. Thank you. Bye. Bye. ദാസ് പറഞ്ഞ കാര്യം സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. Sensations YouTube channel. Please subscribe.